എല്ലാ സഹോദരി സഹോദരന്മാർക്കും വന്ദനം. പവർ വിഷനിൽ നിന്ന് ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാ ദിവസവും പോകുന്നതിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. ഇന്നത്തെ വാർത്തയിൽ നിന്ന് ഒരു സാധനം എടുക്കുകയാണ്. നമ്മുടെ ഭാവിയാണിവർ, ബലിമൃഗങ്ങളല്ല. CBSE മൂല്യനിർണയ പരാതികൾ അതീവ ഗുരുതരം. എനിക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരർത്ഥത്തിൽ നമ്മുടെ ചങ്കാണ് നമ്മുടെ മക്കൾ, നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾ, നമ്മുടെ സ്വപ്നമാണ് അവർ. അവരെ മറന്നൊരു ജീവിതം അത്യന്തം ആപൽക്കരമാണ്. അവരെ ബലിമൃഗങ്ങളാക്കരുത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരെ കശാപ്പ് ചെയ്യരുത്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏകദേശം 40% 20 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇതൊക്കെ പ്രിന്റ് മീഡിയ ആയതുകൊണ്ട് ആധികാരികമാണ്. സോഷ്യൽ മീഡിയയിലേത് ഇച്ചിരിയൊക്കെ മറിച്ചും വരും. ഇതവർക്ക് നിഷേധിക്കാൻ പറ്റൂല. നോക്കൂ, 40% എന്ന് പറഞ്ഞാൽ പകുതിയോളം 20 വയസ്സിൽ താഴെയുള്ളവരാണ്. ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു യുവജന പ്രവർത്തകനാണ്, ഞാനൊരു സൺഡേ സ്കൂൾ പ്രവർത്തകനാണ്. എൻ്റെ ദർശനം ഇതാണ്. ഇത് വളരെ നേരത്തെ ഉള്ളതാണ്. സൺഡേ സ്കൂൾ അധ്യാപകരെ, യുവജന പ്രവർത്തകരെ, അച്ഛന്മാരെ, പാസ്റ്റർമാരെ, നിങ്ങൾ കുട്ടികളെ ഒന്ന് നോക്കണേ. നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ പള്ളിയിൽ 40% യുവാക്കളും കുട്ടികളുമാണോ? അല്ലല്ലോ. അവരെവിടെ? അവർ വരുന്നില്ല മീറ്റിങ്ങിന്. അവർക്ക് ചർച്ച് വേണ്ട. അവരെ നമ്മൾ ചർച്ചിലേക്ക് കൊണ്ടുവരണം. അതിന് വീടുകൾ വിസിറ്റ് ചെയ്യണം, കുട്ടികളെ കാണണം, സ്നേഹത്തോടെ ഇടപെടണം. വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. യേശു കർത്താവ് പറഞ്ഞ വാക്കിതാണ്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പല എപ്പിസോഡ് പറയണമെന്നുണ്ട്. ഇന്നേക്ക് 2000 വർഷം മുമ്പ് ദൈവപുത്രനായ യേശു പറഞ്ഞു, കുട്ടികളെ ബ്ലോക്ക് ചെയ്യരുത്, കുട്ടികളെ ഡിസ്കറേജ് ചെയ്യരുത്, കുട്ടികളെ അവഗണിക്കരുത്, കുട്ടികളെ നിരാശപ്പെടുത്തരുത്, കുട്ടികൾക്ക് മുന്നോട്ട് പോകുന്നതിന് മാർഗതടസ്സം സൃഷ്ടിക്കരുത്. പ്രിയ മാതാപിതാക്കളെ, പ്രിയ യുവജന പ്രവർത്തകരെ, പ്രിയ യൂത്ത് സൺഡേ സ്കൂൾ ലീഡേഴ്സ് പെട്ടവരെ, നിങ്ങൾ ദയവ് ചെയ്ത് രീതികൾക്കൊരു മാറ്റം വരുത്തണം. കുട്ടികളോട് പിണങ്ങുകയല്ല, അവരെ എങ്ങനെ ആകർഷിക്കാം ബൈബിളിലേക്ക്, യേശുവിലേക്ക്, സഭയിലേക്ക് എങ്ങനെ അടുപ്പിക്കാം എന്ന് ചിന്തിക്കുക. ഗാഡ് ബ്ലസ് യു.